ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണിനെ കാണാൻ വേണ്ടി ജെറി വീണ്ടും വരുമായിട്ട് വരുന്ന സമയത്ത് കാർത്തിക അവിടെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ കിരൺ ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ കാർത്തിക വരുന്ന സമയത്തൊക്കെ ജെറി കിരണിനെ കാണാൻ വേണ്ടി വീട്ടിലേക്കും വരുന്നുണ്ട്. അതിനുശേഷമാണ് കല്യാണി പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കിരണേട്ടനെ ഡിസ്ചാർജ് ഒക്കെ ആയല്ലോ. ഫംഗ്ഷൻ വെച്ചാൽ വേറൊന്നുമല്ല, കിരണേട്ടന് ഒരു അപകടവും കൂടാതെ രക്ഷപ്പെട്ടില്ല. അപ്പൊ അതിന്റെ ചെറിയൊരു കേക്ക് കട്ടിങ്. അപ്പൊ ജെറി ചേട്ടനും വരണമെന്ന് പറയാണ്. അപ്പൊ ജെറിക്കറിയാം എന്തായാലും അവിടെ കാർത്തിക വരും എന്നുള്ള സത്യം. അതുകൊണ്ട് തന്നെ ജെറി പറയണ്ട, അയ്യോ കല്യാണി സോറി, അന്ന് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനുശേഷം ഞാൻ വരാം എന്ന് നമ്മുടെ ജെറി പറയാണ്. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ജെറിയുടെ ആ ഒരു പെരുമാറ്റത്തിലൊക്കെ കിരണും കരുണിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കിരണും കരുണ ജെറി എന്ന് പറഞ്ഞ ഗംഗാപ്രസാദിന്റെ അടുത്ത് ഭയങ്കര കൂട്ടൊക്കെ കൂടുന്നുണ്ടെങ്കിലും എവിടെയൊക്കെ പല സംശയങ്ങൾ കിരണിനും കല്യാണിക്കും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരോ ജെറിയുടെ ഓരോരോ ഇടപെടലും അതുപോലെ തന്നെ സ്വഭാവവും ഒക്കെ ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ചന്ദ്രസേനോട് ജെറിനെ കുറിച്ച് പറയുന്നത്. ചന്ദ്രസേനൻ ജെറിനെ കുറിച്ച് ശരിക്കും അന്വേഷിക്കുന്നുണ്ട്. പിന്നീടാണ് ചന്ദ്രസേനൻ മനസ്സിലാവുന്നത് ഇയാളുടെ പേര് ജെറിൻ ജോൺ എന്നൊന്നല്ല, ഇയാളുടെ പേര് ഗംഗപ്രസാദ് എന്നാണ്. കാർത്തികയുടെ അച്ഛൻ, അത് രണ്ടാമത്തെ അച്ഛന്റെ ആദ്യത്തെ മകനാണ് ഈ ഗംഗപ്രസാദ് എന്നുള്ള സത്യം. ഇയാളാണ് കിരണിനെ ഈ അപകടപ്പെടുത്തുന്നുള്ള കാര്യവും നമ്മുടെ സേനൻ മനസ്സിലാക്കുന്നുണ്ടോ. ശരിയാണ്, രാഹുൽ തന്നെയാണ് ആ ഗുണ്ടകളെ വിട്ടിട്ട് കിരൺ ഉപദ്രവിച്ചത്. പക്ഷെ ആ ഗുണ്ടകൾ അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയായിരുന്നു. അതിനുശേഷം ജെറിയുടെ, അതായത് ഗംഗപ്രസാദിന്റെ ഗുണ്ട വന്നിട്ടാണ് കിരണിന്റെ തലക്ക് അടിച്ചെന്നുള്ള സത്യവും കൂടി ചന്ദ്രസേനൻ മനസ്സിലാക്കാണ്. അതോടുകൂടി ചന്ദ്രസേന്റെ സമനില തെറ്റുവാട്ടോ. കാരണം കാർത്തികനെ കാത്തിയുടെ അമ്മേനെ ജീവിക്കാൻ സമ്മതിക്കാത്തതും ഈ ഗംഗപ്രസാദ് ആണല്ലോ. അപ്പൊ അയാൾ അങ്ങനെ വിട്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എന്തായാലും അയാൾ ഇങ്ങോട്ട് വന്ന് അന്ന് തകർത്ത് അഭിനയിക്കാണല്ലോ ജെറിൻ ജോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചത് നമ്മുടെ ഗംഗപ്രസാദ് നല്ല ഇടിവെട്ട് പണി തന്നെ സേനനും കിരണും കല്യാണിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.